കഴിഞ്ഞ ദിവസം നമ്മുടെ PK ബഷീർ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവും ഒക്കെയാണല്ലോ, അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ഒരു പരാമർശം, അതിൻ്റെ ആകത്തുക PM ശ്രീ പദ്ധതി യഥാർത്ഥത്തിൽ ഇന്ന് UDFന്റെ വിശിഷ്യ മുസ്ലിം ലീഗിന്റെ ഗർഭപാത്രത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ ആകത്തുക. എന്ന് പറഞ്ഞാൽ അത് അബോർഷൻ ചെയ്ത് കളയണമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എത്ര നിസ്സാരമായിട്ടാണ് ഈ പദ്ധതിയെ കാണുന്നത്. ഞാൻ അതിൻ്റെ അക്കാദമിക് ചർച്ചയിലേക്ക് പോകുന്നില്ല, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതി യഥാർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് ബന്ധപ്പെട്ട് ക്യാബിനറ്റ് പുറത്തുവിട്ട 2022 ഒരു പ്രസ് റിലീസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. PM ശ്രീ സ്കൂൾസ് വിൽ ഷോക്കേസ് ഓൾ കോമ്പണൻസ് ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറഞ്ഞാൽ 2020 വിദ്യാഭ്യാസ നയത്തിൻ്റെ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായും നടപ്പിലാക്കുക എന്നതാണ് PM ശ്രീ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്ത്, മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത്, അവർ കരിക്കുലത്തിൽ ഇടപെട്ടതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം, ഒന്നുകൂടി കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ്. മധ്യപ്രദേശ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ദർ സിംഗ് പർമാർ, അദ്ദേഹം NEP 2020 കീഴിൽ യഥാർത്ഥ ഇന്ത്യൻ വീരന്മാരുടെ ജീവിതം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെയും അതുപോലെ ഭഗത് സിംഗിൻ്റെയും ഒക്കെ കൂടെ വീർ സവർക്കറെ ഉൾപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കരിക്കുലത്തിൽ വീർ സവർക്കർ കരിക്കുലത്തിൽ ഇടം തേടി. PM ശ്രീ പദ്ധതി വന്നാൽ വളരെ എളുപ്പത്തിൽ ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. കേരളത്തിലും ഇതാണ് നടപ്പിലാവാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇന്ന് UDF അവിടെ ഇരിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിൽ നിന്ന്, മന്ത്രിമാരായ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരിൽ നിന്നും കേൾക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ, നിലപാടുകൾ എത്രമേൽ അപകടകരമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടേ. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ പല സുഹൃത്തുക്കൾക്കും ലീഗിനെ വിമർശിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് കരുതാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗിനോട് ഏകപക്ഷീയമായ ശത്രുത വെച്ച് പുലർത്തുക എന്നത് SDP സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടല്ല. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലെ KM ഷാജിയുടെ നിലപാടുകൾ പരിശോധിച്ച് നോക്കൂ. ഇതിൽ നിന്നൊക്കെ സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, UDFന്റെ ധാരാളം മതസംഘടനകളും ധാരാളം മുസ്ലിം നേതാക്കന്മാരും ക്രൈസ്തവ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗമാണ് ഇപ്രാവശ്യം UDFനെ വിജയിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ RSSന്റെ നേരിട്ടിട്ടുള്ള ഇരകളാണ് യഥാർത്ഥത്തിൽ ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. ആ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വന്നിട്ട് ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഒരു പ്രബല സമുദായത്തിന്റെ നേതാക്കന്മാർ കൂടിയായ ഈ മന്ത്രിമാർ RSSന് പച്ചപ്പരവതാനി വിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ PK ബഷീർ കൃത്യമായി പറയുന്നു, അബോർഷൻ ചെയ്യണോ എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. RSSന്റെ നിലപാടുകൾ ഒരിക്കലും കേരളത്തിൽ നടപ്പിലാക്കാൻ ഒരിക്കലും ഞങ്ങൾ തയ്യാറല്ല എന്ന മെസ്സേജാണ് CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള പല ലീഗ് നേതാക്കന്മാരായിട്ടുള്ള പഴയകാല ആളുകൾ സ്വീകരിച്ച നിലപാടുകൾ. കടലിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും ഞങ്ങൾ RSSനെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ CHന്റെ പിന്മുറക്കാരാണ് ഇവർ. ഇത് SDP പറയാനുള്ള കാരണം ലീഗ് ഈ വിഷയത്തിൽ ഈ തീരുമാനമെടുത്തു എന്നതുകൊണ്ട് മാത്രമല്ല, RSS എന്ന് പറയുന്ന അപകടത്തെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്ത ഒരു പാർട്ടിയാണ് SDPI. നാളെ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് നന്നായിട്ട് പ്രവചിക്കാൻ ഇത് സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ ഞങ്ങൾക്ക് കരുത്തു നൽകുന്നുണ്ട്. ഇപ്പോൾ 2014
ഇതാ മോദി അധികാരത്തിൽ വരാൻ പോവുകയാണ്, അമിത്ഷാ അധികാരത്തിൽ വരാൻ പോവുകയാണ്, RSS വരാൻ പോവുകയാണ് എന്ന് SDPI നാടുനീളെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ കാലത്ത് പ്രസംഗിച്ചപ്പോൾ നമ്മുടെ KM ഷാജി പ്രകോപിതനായി. അദ്ദേഹം പറയാണ്, വെറുതെ പറയാൻ, RSS വരും, BJP വരും, മോദി വരും, അമിത്ഷാ വരും എന്ന് പറഞ്ഞ് വെറുതെ പറയാണെന്ന് പറഞ്ഞത്. പക്ഷെ അത് പുലർന്നു. അത് ഈ നാട്ടിലെ ജനങ്ങളോട് SDPI പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇന്ന് SDPI പറയുന്നത് കേരളത്തിൽ PM ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞാൽ RSSന്റെ നയവുമായി ബന്ധപ്പെട്ട് അവരെടുത്ത തീരുമാനങ്ങൾ അത് വളരെ സമർത്ഥമായി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരിട്ടുള്ള പദ്ധതിയിലൂടെയാണെങ്കിലും RSSന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും സാധുത നൽകിക്കൊണ്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാട് UDFിലൂടെ രൂപപ്പെടുത്തിക്കൊണ്ടും ഈ രണ്ട് മേഖലയിലും വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ ജയങ്ങളെ സാമാന്യവൽക്കരിക്കാൻ VD സതീശന് കഴിയുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച് ധാരാളം വിഷയങ്ങൾ SDPI തന്നെ പുറത്തു പറഞ്ഞിട്ട്, വന്ദേമാതരം ഉൾപ്പെടെ ധാരാളം വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണോ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് സംഘപരിവാറിന്റെ അജണ്ടകൾ കടത്തിവിടുവാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ അപകടത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഈ ലീഗ് മന്ത്രിമാരുടെ, ലീഗ് നേതാക്കന്മാരുടെ ഈ നിലപാടിനെ തിരുത്താൻ മുസ്ലിം ലീഗിന്റെ അണികൾക്ക് കഴിയണം എന്നുള്ളതാണ്. നിങ്ങൾക്കത് കഴിയാതെ പോയാൽ RSSന്റെ അജണ്ട കേരളത്തിൽ കൃത്യമായി നടപ്പിലാക്കപ്പെടുമ്പോൾ, അതിൻ്റെ ഇരകളായി മുസ്ലിം സമുദായം മാറുമ്പോൾ മുസ്ലിം ലീഗിനെ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ അവസാനമായി പറയുന്നു, എന്ത് വില കൊടുത്തും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ എല്ലാ കോമ്പണൻസും നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരിന് ഉള്ളത് കൊണ്ട് തന്നെ ഈ പദ്ധതി കേരളത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കലാലയങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കി അവരിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ നേതാക്കന്മാരോട് പറഞ്ഞ് ഈ പദ്ധതിയിൽ നിന്ന് അവരെ പിന്മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ RSSന്റെ അജണ്ടക്ക് ശക്തി പകരുകയും അതിൻ്റെ നടത്തിപ്പുകാരാവുകയും ഈ സമൂഹത്തിനും ഈ നാടിനും കേരള ജനതക്കും ഉണ്ടാകുന്ന സംഘപരിവാർ കൊണ്ടുണ്ടാകുന്ന എല്ലാ അപകടത്തിനും മുസ്ലിം ലീഗും ഉത്തരവാദിയായിരിക്കും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയുവാനുള്ളൂ.